മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം മലപ്പുറത്ത് തുടങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുകയാണ് പ്രവർത്തക സമിതി യോഗത്തിന്റെ അജണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. എംഎൽഎമാരെ പ്രവർത്തനം പഠിക്കാൻ നിയോഗിച്ച ഏജൻസിയുടെ റിപ്പോർട്ടും പ്രവർത്തന സമിതിയിൽ ചർച്ച ചെയ്യും. പ്രവർത്തക സമിതി യോഗത്തിലെ അജണ്ടകൾ ചർച്ച ചെയ്യുന്നതിനായി ലീഗ് ഉന്നതാധികാര സമിതി യോഗം രാവിലെ പാണക്കാട് ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി സാജിദ് അജ്മലുണ്ട്. സാജിദ്, എന്തെല്ലാം കാര്യങ്ങളാണ് യോഗത്തിൽ ചർച്ചയായിരിക്കുന്നത്? യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? കന്നി അല്പസമയം മുൻപാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം തുടങ്ങിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പ്രവർത്തക സമിതി ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു ഏജൻസിയെ നിയോഗിച്ചുകൊണ്ട് എംഎൽഎമാരുടെ പഠന, നിയമസഭയിലെ അവരുടെ പെർഫോമൻസും അതുപോലെ തന്നെ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളും പൊതുജനങ്ങളുമായുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് അവതരിപ്പിക്കും. ഇതിന്മേലായിരിക്കും പ്രധാനമായി ചർച്ച. അതുപോലെ തന്നെ പ്രവർത്തക സമിതി അംഗങ്ങളിലെ വലിയൊരു വിഭാഗം കൂടുതൽ സീറ്റ് വേണം എന്നൊരു ആവശ്യം നേതൃത്വത്തിന് മുൻപിൽ വെക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായി എടുത്തു പറയാനുള്ളത്, സീറ്റ് മാറ്റവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനോടും അതുപോലെ തന്നെ UDF-നോടും ആവശ്യം ഉന്നയിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. അത് പ്രധാനമായും മലപ്പുറം ജില്ലയിലെ തവനൂർ മണ്ഡലം ലീഗിന് നൽകുകയും പകരം കോൺഗ്രസിന് ഗുരുവായൂർ മണ്ഡലം കൈമാറും. അതുപോലെ തന്നെ കൊല്ലത്തെ ഇരവിപുരം മണ്ഡലം RSPക്ക് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് പകരം കരുനാഗപ്പള്ളി വേണം എന്നൊരു ആവശ്യം ഉന്നയിക്കും. എന്തായാലും ഇന്ന് ഏകദേശം ഒരു ധാരണ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കന്നി, മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗം മലപ്പുറത്ത് തുടങ്ങിയിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് സാജിദ് അജ്മലാണ്.